ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിങ്വിഷർ ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫയർ ഫൈറ്റിംഗ് പമ്പ് റൂമിലുള്ള കൺട്രോൾ വാൾവ്സ് അല്ലെങ്കിൽ ഗേറ്റ് വാൾവ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഏതെല്ലാം വാൽവുകൾ ഓപ്പൺ ചെയ്യണം, ഏതെല്ലാം വാൽവുകൾ ക്ലോസ് ചെയ്യണം, അത് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ക്ലോസ് ചെയ്യാം, അത് നോക്കിയാൽ തന്നെ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം, ഈ രീതിയിലുള്ള വളരെ ബേസിക് ലെവലിലുള്ള ഡീറ്റെയിൽസ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഡിഫറെന്റ് കൺട്രീസിൽ, എസ്പെഷ്യലി GCC കൺട്രീസിൽ ബിൽഡിംഗ് സെക്യൂരിറ്റി ഇൻചാർജ് അതല്ലെങ്കിൽ MEP ഇൻചാർജ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ മിക്കപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഫീൽഡാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ പമ്പ് റൂമിൽ ഓടി വരുമ്പോൾ നമ്പർ ഓഫ് വാൾവ്സ്, മോർ ദാൻ 10 വാൾവ്സ് ഒക്കെ വലിയ സൈസിൽ കാണുകയും ഇതിൽ ഏത് വാൽവ് ക്ലോസ് ചെയ്യണം, ഏത് വാൽവ് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഫീൽഡാണ്. അതല്ലെങ്കിൽ നാം വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങോ ഓഫീസോ ഷോപ്പിംഗ് മാളോ ഒക്കെ ഉള്ള ഏരിയയിലെ സെക്യൂരിറ്റി ഇൻചാർജ് ചിലപ്പോൾ പാകിസ്ഥാനികളോ ബംഗാളികളോ അതല്ലെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത മലയാളീസോ മറ്റ് കൺട്രിയിലുള്ള ആളുകളൊക്കെ ആവാം. അത്തരം ഒരു സിറ്റുവേഷനിലും ചിലപ്പോൾ നാം പമ്പ് റൂമിനകത്തേക്ക് പോകേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ലെവലിൽ പമ്പ് റൂമിലുള്ള വാൽവ്സും അതിന്റെ ഓപ്പറേഷൻസും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നാം ഒരു പമ്പ് റൂമിന്റെ ബേസിക്സ് ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ നമുക്കറിയാം നാം ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് പറഞ്ഞു. ചെക്ക് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ്, പ്രഷർ റിലീഫ് വാൽവ്, അതല്ലെങ്കിൽ OS&Y ഗേറ്റ് വാൽവ്സ്, കൺട്രോൾ വാൽവ്സ് തന്നെ OS&Y ഗേറ്റ് വാൽവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വാൽവ്സ് ഉണ്ടാവും, ചിലപ്പോൾ സോൺ കൺട്രോൾ വാൽവ്സ് വരും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് പമ്പ് റൂമിൽ ഉണ്ടാകാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാം കോമൺലി യൂസ് ചെയ്യുന്ന OS&Y ഗേറ്റ് വാൽവ്സ്, കൺട്രോൾ വാൽവ്സ്, അത് നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് UAEയിലുള്ള ഉമ്മുൽക്കുവൈൻ ബേസ്ഡ് ആയിട്ടുള്ള യുണൈറ്റഡ് ഗൾഫ് എഞ്ചിനീയറിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ് എന്നുള്ള കമ്പനി ഹാൻഡ് ഓവർ ചെയ്ത ഒരു പമ്പ് റൂമാണ്. കാരണം മറ്റൊന്നുമല്ല, നോർമലി പമ്പ് റൂമിനകത്ത് ആരും ഈ വാൽവ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെക്കുന്നത് കാണാറില്ല. എന്നാൽ ഈ ഒരു പമ്പ് റൂമിൽ യുണൈറ്റഡ് ഗൾഫ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ വാൽവ്സിനും സെപ്പറേറ്റ് നമ്പറിംഗ് കൊടുത്തിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇംഗ്ലീഷ് ആൻഡ് അറബിക് ലാംഗ്വേജിൽ മെയിൻ എൻട്രൻസിന്റെ അടുത്ത് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെല്ലാം വാൽവുകൾ ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം, എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ക്ലോസ് ചെയ്യാം, നോർമൽ കണ്ടീഷനിൽ അതിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പമ്പ് റൂം നമുക്കിന്ന് പരിചയപ്പെടാം. ഒരു പമ്പ് റൂമിന്റെ ബേസിക് പിക്ചർ നാം ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. നമുക്കറിയാം ഒരു പമ്പ് റൂമിൽ ഇലക്ട്രിക് മോട്ടോർ, ഡീസൽ എഞ്ചിൻ ആൻഡ് ജോക്കി പമ്പ്, അങ്ങനെ 3 പമ്പുകൾ ഉണ്ടാവും. അതിൽ 3 പമ്പിനും സക്ഷൻ ലൈനിലും ഡിസ്ചാർജ് ലൈനിലും നാം കൺട്രോൾ വാൽവ്സ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതായത് ഇലക്ട്രിക് മോട്ടോറിന് സക്ഷൻ ലൈനിൽ ഒരു വാൽവ്, ഡിസ്ചാർജ് ലൈനിൽ ഒരു വാൽവ്, സെയിം ഡീസൽ എഞ്ചിനും സക്ഷൻ ലൈനിൽ ഒരു വാൽവ്, ഡിസ്ചാർജ് ലൈനിൽ ഒരു വാൽവ്, അതുപോലെ ജോക്കി പമ്പിനും സക്ഷൻ ലൈനിൽ ഒരു വാൽവ്, ഡിസ്ചാർജ് ലൈനിൽ ഒരു വാൽവ്, അങ്ങനെ ടോട്ടൽ 6 നമ്പർ ഓഫ് വാൽവ്സ് ആയി. അതുപോലെ തന്നെ മെയിൻ ഡിസ്ചാർജ് ലൈനിൽ ഫയർ ഹോസ് റീൽസിന്റെ റൈസറിൽ നാം ഒരു കൺട്രോൾ വാൽവ് ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ ഫയർ സ്പ്രിംഗ്ലറിന്റെ റൈസറിൽ നാം ഒരു കൺട്രോൾ വാൽവ് ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ ഫയർ ഹൈഡ്രന്റ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഹെഡറിലും നാം ഒരു കൺട്രോൾ വാൽവ് ഇൻസ്റ്റാൾ ചെയ്യും. ഇങ്ങനെ 6+3 9 വാൽവ്സ് ആയി. പ്ലസ് ഒരു പമ്പ് റൂമിനകത്ത് കോമൺലി ഒരു ടെസ്റ്റ് ആൻഡ് ഡ്രെയിൻ ലൈൻ ഉണ്ടാവും. അതിൽ 2 വാൽവ്സ് ആണ് സാധാരണ ഇൻസ്റ്റാൾ ചെയ്യാറ്. 9+2 11 വാൽവ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പൊസിഷനും അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ വാൽവ്സിന് നാം കൊടുത്ത നമ്പറിങ്ങും അതിന്റെ പൊസിഷനും അതിന്റെ ഡീറ്റെയിൽസും ഒരു സമ്മറിയും ഒക്കെ നോക്കാം. ഇവിടെ നാം കൺസിഡർ ചെയ്തത് വാൽവ് നമ്പർ 1 ഇലക്ട്രിക് പമ്പിന്റെ സക്ഷൻ വാൽവ് ആണ്. വാൽവ് നമ്പർ 2 ഡീസൽ എഞ്ചിന്റെ സക്ഷൻ വാൽവ് ആണ്, ഡീസൽ പമ്പിന്റെ. വാൽവ് നമ്പർ 3 ജോക്കി പമ്പിന്റെ സക്ഷൻ വാൽവ് ആണ്. ഈ